ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പ്ലഷർ വണ്ടി ജന സർവീസായിട്ട് കയറ്റിയതാണ്. ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചതാണ്. അപ്പോൾ നമുക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം ഉപയോഗിച്ച് തീർന്നതാണ്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ 2 കേബിളുകൾ, ബാക്കിലേക്ക് വന്ന ബ്രേക്കിൻ്റെ കേബിളും ഫ്രണ്ടിലെ ബ്രേക്ക് കേബിളും ഓൾറെഡി ലോഡായിട്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി തള്ളണ സമയത്തൊക്കെ ഒരു ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ഒരു സുഖമല്ല, നമുക്ക് പിടിക്കുന്ന സമയത്ത് ഒരു കല്ലപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ബ്രേക്ക് ലൈനർ, ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റാം. ബാക്കിലെയും ഫ്രണ്ടിലും ബ്രേക്കിൻ്റെ കേബിളുകളൊന്ന് മാറ്റിയിടാം കേട്ടോ. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് എയർ അടിച്ചൊന്ന് ക്ലീനാക്കി കയറ്റിയാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടില്ല. പൊടികളുണ്ട്, പക്ഷേ എന്നാലും കുറച്ചൊന്ന് എയർ അടിച്ച് കഴിഞ്ഞാൽ ആയിക്കോളും. ഹീറോൻ്റെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണത്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചു നോക്കണുണ്ട്. അപ്പോൾ പറയത്തക്ക ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. എയർ അടിച്ച് ക്ലീൻ ആക്കിയാൽ മതി. ബെൻഡെക്സ് യൂണിറ്റൊക്കെ ആയാലും വർക്കിംഗ് ഓക്കെയാണ്. അതേപോലെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവൊക്കെ നിലവിൽ പ്രോബ്ലം ഒന്നുമില്ല. സാധാരണ നമ്മൾ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തേയ്മാനമൊക്കെ ഉള്ളൂ. പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ഒരു വീലാണത്. അത് നമുക്ക് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. കാരണം നമ്മളത് അയച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ തുരുമ്പിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് മാനുവലായിട്ടൊന്ന് അയച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കിക്കറിൻ്റെ വീലൊക്കെ ഗ്രീസ് ചെയ്ത് നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കണം. ഇതുണ്ടോ, അതായത് സെൻറ്റർ പോർഷനൊക്കെ നല്ല ക്രാക്ക് വീണിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുക എന്താ വെച്ചാൽ ഇത് നമുക്ക് അടുത്ത സർവീസ് വരെ എന്തെങ്കിലും എടുക്കില്ല. പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കട്ട കൊണ്ട് പൊളിഞ്ഞ് വന്നാൽ പിന്നെ പെട്ടെന്നായിരിക്കും അത് ഓട്ടത്തിലാണ് പൊളിഞ്ഞ് വഴിപ്പെടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് സർവീസ് വരെ കിടക്കാൻ സാധ്യതയില്ല. പിന്നെ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട, മാറ്റിയിടണമാണ് നല്ലത് കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് ആക്സിലേറ്ററിൻ്റെ. അപ്പോൾ അതൊന്ന് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ ഇത്രയും ബലം പിടിച്ചൊന്നും ഓടിക്കേണ്ട ആവശ്യമില്ല. ആക്സിലേറ്റർ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അത് ആ കേബിളിൻ്റെ ടൈറ്റ് കാണിക്കണം കേട്ടോ. ആക്സിലേറ്റർ കേബിളൊന്ന് ചേഞ്ച് ചെയ്തിടാം. അതിവിടെ ഈ ASP പൈപ്പ് പൊട്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ കൊടുത്തിട്ടാണ്. പക്ഷെ ഓൾറെഡി അതും പൊട്ടിയേക്കാണ്. അപ്പോൾ അത് ഈ പൈപ്പ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ആ പൈപ്പ് ഒന്ന് മേടിച്ച് മാറ്റി 120 130 140 കണ്ടാണ് അതിൻ്റെ റേറ്റ് വരാം. അപ്പോൾ അതൊന്നും മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞ് നോക്കണ്ട, തലവേദന ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങോട്ട് ക്ലിയർ ചെയ്ത് പോകാമെന്നുള്ളൂ. പിന്നെ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ഈ പറഞ്ഞ രീതിയിൽ ഔട്ടർ വലിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് നമുക്കൊരു സുഖമായിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നുപോലെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നല്ല ബലമായിരിക്കും, ചാടി കയറി പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റി കളയാം. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകും തോറും മഴയുടെ ഇത് കൂടുള്ളൂ, സ്വാഭാവികമായിട്ടും ബ്രേക്കും കാര്യങ്ങളൊക്കെ പ്രോബ്ലത്തിലേക്ക് വരുള്ളൂ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ ഏകദേശം ഒരു പകുതി കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ലൈനർ ബ്രേക്ക് നമുക്ക് തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ്, ഈ ഗ്രീൻ ബുഷൊക്കെ ഓൾറെഡി ഡാമേജാണ് ഈ കുഷ്യൻ അസംബ്ലിയുടെ കേട്ടോ. പിന്നെ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് അത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റോ ബാറ്ററി ചാർജിങ്ങിൻ്റെ കേസൊക്കെ പറഞ്ഞായിരുന്നു. 2021 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 2021 മോഡൽ. ഇതിൻ്റെ ശരിക്കും വരാമെന്ന് വെച്ചാൽ 12 വോൾട്ട് 5 ആമ്പിയർ വരാം. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ 12.896 ഇഞ്ചൊക്കെ വരുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ വാല്യൂസ് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുക. അത് ഓൾറെഡി ഡാമേജ് ആയിട്ടാണ് കാണിക്കണേ, അതായത് പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ. എന്നാൽ കൂടി നമ്മളൊന്ന് ബാറ്ററി ഒന്ന് അഴിച്ച് ചാർജ് ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്തിടാം. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഓൾറെഡി കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്കതൊരു കംപ്ലയിൻറ്റ് വരാനായിട്ട് റിപ്പീറ്റ് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമുക്ക് മാറ്റലാണ് പ്രായോഗികമായിട്ടുള്ളൂ. പരമാവധി ഓടിക്കുക, അതിന് ശേഷം കംപ്ലയിൻറ്റ് കാണിക്കാൻ മാറ്റിക്കളയാം. പിന്നെ നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. കാരണം ഞാൻ ഫോം ടൈപ്പാണ്, പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അത്രയും കേസാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. വണ്ടി വൈകുന്നേരത്തേക്ക് ആവുള്ളൂ, കംപ്ലീറ്റ് ആയിരിക്കും വിളിക്കാം.